കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരു കളിയറങ്ങി നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും നീരാട പോകണ്ടേ നീലാജമെഴുതണ്ടേ താളിപ്പൂവണിയണ്ടേ താരാട്ടും പാടണ്ടേ ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂര്യൻ ഉദിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ യാത്ര തുടങ്ങിട്ടോ. വേറൊന്നുമല്ല കാര്യം, നമുക്കിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇത്ര പുലർച്ചെ നമ്മൾ യാത്ര തുടങ്ങിയുണ്ട്. ദാ ഈ അതിമനോഹരമായൊരു സൺറൈസ് നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റി. ഓസ്ട്രേലിയയിലെ സൺറൈസസും സൺസെറ്റ്സും കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പിങ്കും റെഡും പർപ്പിളും ഓറഞ്ച് നിറത്തിലും ഗോൾഡൻ നിറത്തിലും ഒക്കെ ആകാശം കാണപ്പെടാറുണ്ട്. ഇന്നത്തെ നോക്കിയാൽ ഇന്നൊരു ഗോൾഡൻ കളർന്ന ഓറഞ്ച് നിറത്തിലാണ് ആകാശം ഇരിക്കുന്നത്. അയ്യോ, നമ്മളിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാൻ വിട്ടു. നമ്മളിന്ന് ഓസ്ട്രേലിയയുടെ ഫുഡ് ബൗൾ എന്നറിയപ്പെടുന്ന മിൽഡ്യൂറയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറയെ ഈ തരത്തിലുള്ള പൂക്കൾ നിറച്ച് നിൽക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് രണ്ട് ചുവട് നിൽക്കുന്ന കണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലോസപ്പ് ആയിട്ട് എടുത്താണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇത് കാട്ടുചെടിയായിട്ടാണ് നിൽക്കുന്നത്. ആരുടെയും വീടുകളിൽ കൂടി ഒന്നും ഞാൻ കണ്ടില്ല. ബല്ലറാട്ടിൽ നിന്ന് മിൽഡ്യൂറയിലേക്ക് 447 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം 5 മണിക്കൂറോളം എടുക്കും നമ്മുടെ ഈ ഡ്രൈവ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും രാവിലെ പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോവല്ല, നമുക്ക് ബർച്ചിപ്പിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജോസഫ് ഏട്ടൻ. അപ്പോൾ ജോസഫ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹായ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇന്ന് ഇത്തിരി മൂടിക്കെട്ടിയ അന്തരീക്ഷ, അല്ലെങ്കിൽ നല്ല ഇതായിരുന്നു. ഓ താഴെക്കളയല്ലേ. ഇതാണ് നമ്മുടെ ബർച്ചിപ്പ് ടൗൺ അല്ലേ? എങ്ങനെയുണ്ട് ബർച്ചിപ്പ്? കുഴപ്പമില്ല. അത് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. പ്രൊട്ടക്റ്റഡ് വീടാണല്ലേ. അപ്പോൾ നമ്മുടെ ജോസഫ് ഏട്ടൻ പറയുന്നത് കാണുന്ന ബിൽഡിംഗ് ആണ് ബർച്ചിപ്പിലെ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ വീട്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് വീടാണ്. നമുക്ക് വീട് തുറന്നിട്ടിട്ട് വേണമെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാമെന്ന് സാരം. ബർച്ചിപ്പ് ഒരു ചെറിയ ടൗൺ ആണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ കടകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളൂ. വലിയ ടൗണും സിറ്റി ഏരിയ ഒന്നും അല്ല. അപ്പോൾ നമ്മൾ ഏകദേശം 218 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ബർച്ചിപ്പിൽ എത്തിയിരിക്കുന്നത്. ബലറാത്തിൽ നിന്ന് 218 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹോൾ ജേർണിയുടെ ഹാഫ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ ബർച്ചിപ്പിലെ വീട്. എന്റെ മോന്റെ പേര് അന്ന. എത്രയിലും പഠിക്കുന്നേ? 7 പോകുന്നു. അപ്പതേ ഇതാണ് അന്നമോള്. അന്നമോക്ക് 2 ചേച്ചിമാരും കൂടി ഉണ്ട്, ചിന്നു ആൻഡ് സോന. அந்த விண்ணில் ஆனந்தம் இந்த மண்ணில் ஆனந்தம் அடிபூமி பந்தை முட்டி வந்த புல்லில் ஆனந்தம் வெயிலின் சுத்தம் ஆனந்தம் மழையின் சத்தம் ஆனந்தம் அடமழையில் கூட சாயம் போகா வானவில் ஆனந்தம் வாழ்வில் நூறானந்தம் வாழ்வே பேரானந்தம் பெண்ணை நரையெழுதும் சுயஜரிதம் அதில் அன்பே ஆனந்தம் ஆனந்தம் பச்சை கிளிகள் தோளோடு குயிலோ மடியோடு பூலோகம் ஆனந்தத்தின் எல்லை இந்த ഭൂമിക്ക് കണ്ണീർ സ്വന്തമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നൊരു മോർണിംഗ് ടീ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ജോസഫ് ഏട്ടൻ ബഡ് ചെയ്ത കുറച്ച് റോസാ ചെടികൾ ബാക്ക് യാർഡിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള റോസസ്. ഇരുളായി ഒഴുകുന്ന മൗനത്തിനുള്ളിലെ വാക്കുമാത്രം പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനും ഇന്നേറെയായി. ചിക്കുയെ പൊതച്ചേക്കുന്ന ബ്ലൂ ബ്ലാങ്കറ്റ് കണ്ടോ? അത് സോനാമോള് ക്രോഷേ ചെയ്തെടുത്താണ്. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറായി നമ്മുടെ ബർഷിപ്പിൽ എത്തിയിട്ട്. നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 100-200 കിലോമീറ്ററോളം വീണ്ടും ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ ജോസഫ് ചേട്ടൻ ആൻഡ് ഫാമിലി ഫോർ എ വണ്ടർഫുൾ മോർണിംഗ് ടീ ആൻഡ് യുവർ ടൈം ഫോർ അസ്. വീണ്ടും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ യാത്ര തുടരുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ വിജനമായൊരു പ്രദേശത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒറ്റ കടകളോ വീടുകളോ ഒന്നുമില്ല. ഒരിത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ പോലും നിർത്താൻ ഒരു സ്ഥലമില്ല. ഞാൻ ഈ ഓസ്ട്രേലിയയിൽ വന്ന ഇടയ്ക്ക് ലോൺ ബീച്ചിൽ പോയ ഒരു സമയത്ത് ഇങ്ങനെ ആ സമയത്ത് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന ടൗണിൽ നിന്ന് മേടിച്ച് വെച്ചോണം. ഭക്ഷണം കഴിക്കാൻ ടൈം ആയില്ലല്ലോ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കാം എന്നൊക്കെ വിചാരിച്ച് നീട്ടി വെച്ചുകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പരിസരത്തെങ്കിലും ഒരു കട പോലും കാണത്തില്ല ഫുഡ് മേടിക്കാൻ. നമ്മളൊന്ന് നടുവ് നിവർക്കാനായിട്ട് വഴിയരികിലൊന്ന് നിർത്തിയേക്കാണ്. ഇതേപോലെ വരണ്ട പ്രദേശമാണ്. നമ്മളൊരു അരമണിക്കൂർ ഒക്കെ ആയിട്ട് ഇതേപോലെ ഒരു പ്രദേശത്തൂടെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, മൊത്തം ഡ്രൈ ലാൻഡാണ്. പക്ഷേ ഈ ഡ്രൈ ലാൻഡല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കേട്ടോ, മൊത്തം ഈച്ചയാണ്. നമ്മൾ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്ത് ഇറങ്ങുമ്പോഴത്തേനും ഒരു പറ്റ ഈച്ചകൾ വന്നങ്ങ് പൊതിയുവാണ് നമ്മളെ. തന്നെയല്ല ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവിക്കുന്നൊരു ചൂട്. പേരിന് പോലും ഒരു പച്ചപ്പില്ല, എല്ലാം ഇങ്ങനെ ഉണങ്ങി വരണ്ട് നിൽക്കുന്നു. പക്ഷേ ഈച്ചശല്യം ഭയങ്കരമായിട്ട് നമ്മൾ അനോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ഈച്ച പറക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഇങ്ങനെ മൊത്തത്തിൽ വന്നങ്ങ് കവർ ചെയ്യുന്നു. അത്ര വലിപ്പമുള്ള ഈച്ചയല്ല കേട്ടോ, ഈ ഫ്രൂട്ട് ഫ്ലൈസ് ഒക്കെ പോലത്തെ ചെറിയ ഈച്ചകൾ. ഏകദേശം 2.5 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ പച്ചപ്പുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുന്തിരിത്തോട്ടമാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി മിൽഡ്യൂറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വാർണിംഗ് സൈനാണത്. വാവ്, കണ്ടോ, അത്രയും ഡ്രൈ ലാൻഡൊക്കെ കടന്ന് നമ്മൾ പച്ചപ്പുള്ള ഒരു നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് മിൽഡ്യൂറ. വിക്ടോറിയയുടെ സിട്രസ് ഫ്രൂട്ട്സിൻ്റെയും വൈനറീസിൻ്റെ ഒക്കെ ഒരു ഹബ്ബാണ് മിൽഡ്യൂറ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന മോട്ടൽ, മിൽഡ്യൂറ മോട്ടോറൈൻ. നമ്മൾ നേരെ മോട്ടലിലേക്കാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് ഇൻ ടൈം 2 o'clock ആയിരുന്നു. നമ്മൾ 2 o'clock ആയിട്ടും കാണാത്തതുകൊണ്ട് അവർ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു. ഭാഗ്യത്തിന് നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വന്നേക്കാണ്. നമ്മൾ ആ വന്ന വഴിക്ക് കണ്ട ആ ഡ്രൈ ലാൻഡും ഈ ഒരു മിൽഡ്യൂറയും തമ്മിൽ നോക്കുമ്പോൾ നല്ല ആന ഉറുമ്പും തമ്മിലുള്ള അന്തരമുണ്ട് കേട്ടോ. കാരണം ഇവിടെ നല്ല പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ട് നല്ലൊരു ടൗണ്. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. അപ്പോൾ ഇതൊരു വൈനറിയാണ്. നമ്മളൊരു വൈനറിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വന്ന സമയം സീസൺ അല്ല. നമ്മൾ ചുമ്മാ ഒന്ന് മിൽഡ്യൂറ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് മുന്തിരിയും ഓറഞ്ചും ഒന്നും പാകമാകാത്ത സമയമാണിത്. കണ്ടില്ലേ, ചെറിയ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ആ സീസണിലായിരുന്നു വരുന്നതെങ്കിൽ നമ്മൾ മുന്തിരിപ്പഴങ്ങളൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന പാടത്തൂടെയൊക്കെ ഓടിക്കളിച്ച് നടക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്തിരിപ്പാടത്ത് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ പൂക്കളും തളിരി ഇലകളും ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ മോട്ടലിൻ്റെ പാർക്കിംഗ് ആണ്. ഇപ്പോൾ മോട്ടലിൽ നിറയെ ആൾക്കാരാണ് കേട്ടോ. നമ്മൾ കാലം തെറ്റി വന്നതാണെങ്കിലും ഇവിടെ ഓൾഡ് കാറിൻ്റെയൊക്കെ ഒരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടലിൻ്റെ ഒരു ഉൾഭാഗം. പിള്ളേരൊക്കെ കയറി ബെഡൊക്കെ കുളമാക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് ഉൾഭാഗം. ഒരുപാട് കബോർഡുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് ആൻഡ് കംഫി റൂംസ് ആയിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ, നമ്മുടെ കിഡ്സ് ഫ്രണ്ട്ലി എൻവയൺമെൻറ്റ്. പിന്നെ ഔട്ട്ഡോർ പൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ പോയ ട്രിപ്പിൽ ഇൻഡോർ പൂളായിരുന്നു, അത് ഹീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഔട്ട്ഡോർ പൂളായതുകൊണ്ട് ഹീറ്റഡ് അല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാനായിട്ട്. വെതർ വെള്ളറാട്ടിനെ കമ്പയർ ചെയ്തിട്ട് നല്ല ഹോട്ടായിരുന്നു ഔട്ട് സൈഡിൽ. പക്ഷേ സ്റ്റില്ല് വെള്ളത്തിന് തണുപ്പായതുകൊണ്ട് പിള്ളേർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഇറങ്ങാൻ. അപ്പോൾ ഇതാണ് മോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗം, നമ്മുടെ ബാക്ക് ഡോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്രണ്ട് ഡോറാണ് ഞാൻ ആദ്യം കാണിച്ചതെന്നായിരുന്നു. അപ്പോൾ ഇതാണ് ബാക്ക് ഡോറ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മോട്ടലിൻ്റെ ഒരു സൈഡ് വ്യൂ ഒക്കെ. അപ്പോൾ ഈ ഒരു പച്ചപ്പ് കണ്ടോ, ഈ ഒരു പച്ചപ്പ് ഈ ടൗണിനെ മൊത്തം ചുറ്റി ഇങ്ങനെ ഒരു നല്ലൊരു പച്ചപ്പുണ്ട്. നമുക്കൊരു നടക്കാനൊക്കെ പോകാനൊക്കെ തോന്നിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരുപാട് പക്ഷികളുടെ ഒച്ച നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുക. ഈ കാണുന്ന വലിയ മരങ്ങളിലൊക്കെ നിറയെ ഇങ്ങനെ ബേർഡ്സ് വന്നിരുന്നിട്ട് കളകളാരവം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ. അപ്പം നമുക്ക് നല്ലൊരു കാമിങ് ഫീലാണ് അത് കേൾക്കുമ്പോഴേ. ഈ ടൗണിലുടനീളം ഇങ്ങനത്തെ പനകൾ കാണാമേ. നമ്മുടെ മോട്ടലിൻ്റെ മുൻവശത്തുള്ള ഒരു റോഡ് സൈഡാണിത്. അപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ ബോഗൻവില്ല പൂത്ത് കേൾക്കുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലോസപ്പിൽ നിങ്ങളെ കാണിച്ചു തരാമേ. എനിക്ക് നല്ല ഭംഗി തോന്നി അവിടെ നിന്ന് നോക്കിയപ്പോൾ. നല്ല സ്മൂത്തായിട്ടുള്ള മെഡോ, അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ എന്താ പറയുക, ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് കുറേ പൂക്കളൊക്കെ ആയിട്ടൊരു ബോഗൻവില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ ഓൺ ദ വേയിൽ ഫേസ് ചെയ്ത ആ ഒരു ഡ്രൈ ലാൻഡും ആ ഒരു എന്താ പറയുക, എനിക്ക് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു മിൽഡ്യൂറ അതേപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു പ്രദേശമാണെന്ന്. പക്ഷേ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു ടൗണാണ് കേട്ടോ മിൽഡ്യൂറ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പച്ചപ്പൊക്കെയുള്ള ഒരു നല്ല ടൗൺ. അത് നമുക്ക് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഡ്രൈവ് പോകാം.
എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മിൽഡർക്ക് മുമ്പ് ഞങ്ങളൊരു ടൗണിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നേ. ആ ടൗണിലും ഇവിടെയും എല്ലാ കടയുടെ മുമ്പിൽ കൂടെയും ഒരു മുന്തിരിച്ചെടിയെങ്കിലും മിനിമം ഉണ്ട്. മിൽഡ്യൂറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആണെന്ന് പറയത്തില്ല കേട്ടോ. ഒരു മോഡേൺ ടൗണിൻ്റെ എല്ലാ ലുക്കുകളും ഉണ്ട്. പക്ഷേ മിൽഡ്യൂർ ഒരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. കഥ പറയാൻ എനിക്കിഷ്ടമാണ്. കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മിൽഡ്യൂറയുടെ കഥ പറയാം. മുറേ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് മിൽഡ്യൂറ. ഇന്ന് വിക്ടോറിയയുടെ ഫുഡ് ബൗൾ എന്നൊക്കെയാണ് മിൽഡ്യൂറ അറിയപ്പെടുന്നതെങ്കിലും ഒരു കാലത്ത് ശൂന്യമായിട്ടുള്ള ഒരു മരുപ്രദേശമായിരുന്നു മിൽഡ്യൂറ. ഈ കാണുന്നതാണ് മുറേ റിവർ. ഒരു കാലത്ത് ഇൻഡിജിനസ് പീപ്പിൾ, എസ്പെഷ്യലി ലാഡ്ജി എന്ന് പേരുള്ള ഇൻഡിജിനസ് പീപ്പിൾ അധിവസിച്ചിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു മിൽഡ്യൂറ. നമ്മുടെ സിന്ധു നദീതട സംസ്കാരം പോലെ ഈ ഒരു മുറേ നദിയും ഈ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ ഒരു മുറേ റിവറിനെയാണ്. മത്സ്യബന്ധനത്തിനും ട്രാൻസ്പോർട്ടിനും എന്തിനുപരി പ്രാർത്ഥനയ്ക്ക് പോലും അവർ തിരഞ്ഞെടുത്തിരുന്നത് ഈ ഒരു നദിയാണ്. ഈ മിൽഡ്യൂറ എന്ന പേര് തന്നെ ഇൻഡിജിനസ് ലാംഗ്വേജിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ചുവന്ന മണ്ണ് അല്ലെങ്കിൽ മണൽ നിറഞ്ഞ പ്രദേശം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി ഹിസ്റ്ററി അല്ലാത്തൊരു കാര്യം പറയട്ടെ. ഈ പാലത്തിൻ്റെ അപ്പുറേ, അതായത് ഈ നദിയുടെ അപ്പുറേ കാണുന്നത് ന്യൂ സൗത്ത് വെയിലും നദിയുടെ ഇപ്പുറേ കാണുന്നത് വിക്ടോറിയയുമാണ്. ഓസ്ട്രേലിയയുടെ 2 വമ്പൻ സ്റ്റേറ്റുകളെ വേർതിരിക്കുന്ന ഒരു നദിയാണ് മുറേ റിവർ. പാലം കയറി അപ്പുറം എത്തിയാൽ നമ്മൾ ന്യൂ സൗത്ത് വെയിലാവും. ന്യൂ സൗത്ത് വെയിലിൽ നല്ല മാമ്പഴം കിട്ടുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും പാലം കയറിപ്പോയി നോക്കണം. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. 1830കളോടെ യൂറോപ്യൻ പര്യവേഷകർ ഈ ഒരു മിൽഡ്യൂറയിലും എത്തി. ഈ ഉണങ്ങി വരേണ്ട പ്രദേശത്തെപ്പറ്റി പഠിച്ച് അതിനെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കാനഡക്കാരനായ ജോർജ് ചാഫിയും യൂറോപ്യൻകാരനായ ആൽഫ്രഡ് ഡീക്കിനും കൂടെ ചേർന്ന് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കി. അവർ ഈ നദിയിൽ നിന്ന് ജലസേചന സംവിധാനം വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ഈ മണൽ നിറഞ്ഞ വരണ്ട പ്രദേശം ഫലഭൂയിഷ്ടമാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ മിൽഡ്യൂറ നഗരം കൃഷിയുടെയും വൈനിൻ്റെയും നഗരമായി മാറി. എങ്ങനെയുണ്ട്? നല്ല കഥയല്ലേ? ഇഷ്ടപ്പെട്ടോ? മുറേ റിവറിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്നുണ്ട്. പാഡിൽ സ്റ്റീമേഴ്സും സ്കീയിങ്ങും ഹൗസ് ബോട്ട് ടൂറും അങ്ങനെ ഒട്ടനവധി വാട്ടർ ആക്ടിവിറ്റീസ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി വെതർ വൈസ് പറയുവാണെങ്കിൽ നല്ലൊരു വാം ടെമ്പറേച്ചറാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് മിൽഡ്യൂറയിൽ. ബെലറാത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വെതറാണ്. നല്ലൊരു ഹോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഹോട്ട് വെതറാണ്. കൂട്ടിലെത്താൻ കോപിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആറ്റവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജലമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. മുറേ റിവറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വാട്ടർ പ്ലേ ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേ ഏരിയ. ബെലറാത്തിൽ ശരിക്കും തണുപ്പായതുകൊണ്ട് നമുക്കങ്ങനെ പിള്ളേർക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നല്ല ഇൻഡോർ പൂളിലൊക്കെ പോയി സ്വിം ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായില്ല കേട്ടോ. കുട്ടികൾക്ക് ഓടിക്കളിക്കാനും മുതിർന്നവർക്ക് നടക്കാനും ഒക്കെ പറ്റിയ ഒരു പ്ലേ ഏരിയയും പ്ലേ പാർക്കും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. മോഹവീഥിയിൽ ഇരുളായി ഒഴുകുന്ന മൗനത്തിനുള്ളിലെ വാക്കുമാത്രം പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനും ഇന്നേറെയായി. പറയാതൊളിപ്പിച്ചു വെച്ചതിന്നാർക്കായി അറിയാതെ ഞാനും ഇന്നേറെയായി. നമുക്ക് ബീച്ചേച്ചോട് ചോദിക്കാം മിൽഡ്യൂർ എങ്ങനെയുണ്ടെന്ന്. ഇറങ്ങുന്നോ? ഇല്ല, കാല് നയിക്കുന്നില്ല. എങ്ങനെയുണ്ട് മിൽഡ്യൂറ? ഇഷ്ടപ്പെട്ടോ? ചൂടുണ്ട്, നല്ല ചൂട്. ഇത്ര പ്രതീക്ഷയില്ല. ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടോ പ്ലാന്റ്? ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഈച്ചയുണ്ട്. ഈച്ചയുണ്ട്. അപ്പോൾ അതാണ് ബീച്ചേച്ചിയുടെ ഒരു ഫീഡ്ബാക്ക് മിൽഡ്യൂറിനെ പറ്റി. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഒത്തിരി വെയിലടിക്കുന്നില്ല. ഒരു എന്താ പറയുക, ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ്. എന്നെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. വിക്ടോറിയയുടെ ഹോട്ടസ്റ്റ് പ്ലേസുകളിൽ ഒന്നായിട്ടാണ് മിൽഡ്യൂർ അറിയപ്പെടുന്നത്. സമ്മർ ടൈമിൽ ടെമ്പറേച്ചർ 40+ ഡിഗ്രി ഒക്കെ ആയിട്ട് പോകാറുണ്ട്.
അപ്പം നമ്മൾ നിൽക്കുന്നതും സമ്മറിൻ്റെ ഒരു തുടക്കത്തിലാണ്, അതുകൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും ചൂട് ഫീൽ ചെയ്യുന്നത്. அந்த விண்ணில் ஆனந்தம் இந்த மண்ணில் ஆனந்தம் அடிபூமி பந்தை முட்டி வந்த புல்லில் ஆனந்தம் வெயிலின் சுத்தம் ஆனந்தம் மழையின் சத்தம் ஆனந்தம் அடமழையில் கூட சாயம் போகா வானவில் ஆனந்தம் வாழ்வில் நூறானந்தம் வாழ்வே பேரானந்தம் பெண்ணை நரையெழுதும் சுயஜரிதம் அதில் அன்பே ஆனந்தம் ஆனந்தம் பச்சை கிளிகள் தோளோடு பட்டுக்குயிலோ மடியோடு பூலோகம் ஆனந்தத்தின் எல்லை இந்த ഭൂമിക്ക് കണ്ണീർ സ്വന്തമില്ല. ഒരമ്മത്താറാവും 7 കുഞ്ഞുങ്ങളും കൂടെ നീന്തി തുടിച്ച് നടക്കുന്ന കണ്ടോ. എനിക്ക് നല്ലൊരു നേച്ചർലി വൈബ് ഫീൽ ചെയ്യുന്നു. നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്രകൃതിയായിട്ട് ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു പീസ്ഫുൾനെസ് ഇല്ലേ, അത്. ഇനി കടയൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫുഡ് മേടിച്ച് നോക്കണം. നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിലെത്തി. അപ്പോൾ സിറ്റി സെൻറ്ററിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നില്ലേ, ഓൾഡ് വെഹിക്കിൾസിൻ്റെ ഒക്കെ ഒരു ഷോ നടക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് 60, 70, 80 വണ്ടികൾ ഞാൻ കാണിച്ചു തരാമേ. നമുക്കിത് ഒരരിക് പിടിച്ച് ഇവിടുന്ന് തുടങ്ങാം. ഇതിനൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴും എന്നാ കണ്ടീഷനിലാണ് ഇതിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇത്തരം വെഹിക്കിളിനൊക്കെ വേണ്ടിയിട്ട് വിൻറ്റേജ് വെഹിക്കിൾ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലബ്സൊക്കെ ഓസ്ട്രേലിയയിലുണ്ട്. ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമാണെന്ന് തോന്നുന്നു. വിക്ടോറിയയിൽ ഇത് വിൻറ്റേജ് വെഹിക്കിൾ ക്ലബ്ബ് എന്നാണ് പറയുന്നത്. ഇവരിങ്ങനെ ചാരിറ്റി ഫണ്ട് റൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതേപോലത്തെ ഷോകളും അതേപോലെ റാലീസും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഈ വിൻറ്റേജ് വെഹിക്കിൾസ് ഒന്നും നമ്മൾ കോമൺ കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് റോഡിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. സർട്ടൻ കണ്ടീഷൻ വെച്ചിട്ട് മാത്രമേ റോട്ടിൽ കൂടെ ഓടിക്കാൻ പാടുള്ളൂ. വിൻറ്റേജ്, ക്ലാസിക് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്, വെറ്റേറൻ എന്നിങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് ഈ വണ്ടികൾ തിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ന്യൂ സൗത്ത് വെയിലിനാണെങ്കിൽ ഒരു വർഷത്തിൽ അപ് ടു 60 ദിവസം വരെ ഇത് ഓടിച്ച് നടക്കാൻ പറ്റുമേ. പക്ഷേ വിക്ടോറിയയിലുണ്ടെങ്കിലോ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റിനോ അല്ലെങ്കിൽ ക്ലബ് ആക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്പ് ടു സർവീസിനൊക്കെ വേണ്ടി മാത്രമേ ഇത്തരം വണ്ടികൾ റോഡിലിറക്കാൻ പാടുള്ളൂ കേട്ടോ. വീക്കെൻഡ്സിൽ ബെല്ലറാറ്റിൻ്റെ നിരത്തുകളിൽ കൂടെ ഇതേപോലെ വിൻറ്റേജ് വെഹിക്കിൾസ് ഒരുപാട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ചലമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ചലമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. കണ്ടില്ലേ, വൈഡ് വെറൈറ്റീസ് ഓഫ് വിൻറ്റേജ് വെഹിക്കിൾസ്. നമ്മുടെ ടൈമിങ് അപാരമായിരുന്നു കേട്ടോ. ഇന്നിങ്ങനെ ഒരു ഷോ നടക്കുന്ന കാര്യം ഹോട്ടലിലുള്ള നമ്മുടെ റിസപ്ഷനിലെ അപ്പച്ചനാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഈ കാറിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയേട്ടനും ബീച്ചേച്ചിയും കൂടെ പോയിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ പാലം ക്രോസ് ചെയ്തിട്ട് ന്യൂ സൗത്ത് വെയിലിലേക്ക് പോവാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ഉദ്ദേശം, നമ്മൾ വിക്ടോറിയയിൽ നിന്ന് ന്യൂ സൗത്ത് വെയിലൊന്ന് കാല് കുത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ നല്ല മാങ്ങ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ റോഡരികിലൊക്കെ എന്തെങ്കിലും സെല്ലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങയും മേടിക്കാം, അങ്കവും കാണാം, താളിയും ഒടിക്കാം.
അപ്പോൾ നമ്മളിത് ഐശ്വര്യമായിട്ട് പാലത്തിലേക്ക് കയറിയിരിക്കുന്നു. താഴെ മുറേ റിവർ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്. ഇനി പാലത്തിൻ്റെ അപ്പുറം കയറി എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാമേ. വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽ ബോർഡൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും എന്ന് തോന്നുന്നു. എന്തോ ബോർഡുകളൊക്കെ അതേ അകലേന്ന് കാണുന്നുണ്ട്. വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽ മാത്രം കാണുന്നില്ല. നമ്മളെവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ബോർഡിൻ്റെ ചോട്ടിൽ പോയെന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ അതേ കാണുന്നുണ്ട് ഫയറിൻ്റെ. ഇപ്പോൾ ന്യൂ സൗത്ത് വെയിലും ഫയറുണ്ട്. വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽ ഓക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെൽക്കം ടു ന്യൂ സൗത്ത് വെയിലിൻ്റെ ബോർഡൊക്കെ കടന്നു ന്യൂ സൗത്ത് വെയിലിലേക്ക് ഒഫീഷ്യലായിട്ട് പ്രവേശിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത എയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാംഗോ സെല്ലറിനെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ തീവ്ര അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് മാംഗോ സെല്ല് ചെയ്യുന്ന ഒരു ചേട്ടനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു ഇത്തിരി ഉള്ളിലേക്ക് കയറിയാണ് പുള്ളി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും പോയി നോക്കാം വിലയൊക്കെ എത്രയാണ്. അയ്യോ അതെ മാംഗോ ചേട്ടൻ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ നിൽക്കുകയാണ്. Hello. Hi, how are you doing? Yeah, good, thank you. There's one box at $15 left. The rest is $20 here. Okay, this is $15. Yeah. Would like to buy that, please. Fantastic. അപ്പോൾ പുള്ളി ഇത് 3 റോയിലായിട്ട് അടുക്കി വെച്ചേക്കാണ്. ഏറ്റവും താഴത്തെ റോയിൽ ഒറ്റ ബോക്സേ ഉള്ളൂ, അതിന് $15. പിന്നെ ആ രണ്ടാമത്തെ ലൈനിൽ കാണുന്നത് $20, ഏറ്റവും മുകളിൽ കാണുന്നത് $25. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാട്ടോ. ഏറ്റവും താഴെ ഇരിക്കുന്ന വാടിയതിനാണ് $15. അപ്പം നമ്മൾ 25-ൻ്റെയാണ് മേടിക്കുന്നത്. അതാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ പോലെ തോന്നുന്നത്. എന്റെ തെങ്കാശി തമിഴ് പൈകിളി കുറി ചൊല്ലുന്ന മലർത്തേൻ കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം അവൾ കേകുമോ അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ. നമ്മൾ മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കാറ്റും മഴയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ മിൽഡ്യൂറ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. എന്റെ തെങ്കാശി തമിഴ് പൈകിളി കുറി ചൊല്ലുന്ന മലർത്തേൻ കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ